റിഹേഴ്സലിൽ നിങ്ങൾ മനസ്സിൽ കണ്ട സാധനം വന്നിട്ട് ഇവിടെ ഒന്ന് സ്വാഭാവികമായിട്ട് അഭിനയിപ്പിക്കുമ്പോൾ അത് ഡയറക്ടർക്ക് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ പറ്റുക? എനിക്കങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നതാണ് ഇവിടെ. കാരണം ഇത് ഈ സ്വാഭാവികത എന്ന് പറയുന്നത് വളരെ അഭിനയ സ്വാഭാവികമായിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ഒട്ടും നാടകീയത പാടില്ല എന്നുള്ളത് ആ ഒരു മീറ്റർ എപ്പോഴും എൻ്റെ തലയിൽ കയറി കൂടിയാണ്. അത് ആദ്യത്തെ ഷോർട്ട് ഫിലിം തൊട്ടേ ആ ഒരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ആയിരിക്കണം തോന്നുന്നു ഈ സിംഗ് സൗണ്ട് ഒക്കെ ആദ്യം തൊട്ടേ വരുന്നത്. ഇപ്പോൾ 2012 ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ സിംഗ് സൗണ്ട് എന്ന് പറയുന്നത് ആരും ആലോചിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത് അതുകൊണ്ടൊക്കെ ആ നാച്ചുറാലിറ്റി വരണം എന്നുള്ള ഇതിൽ നിന്നാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റിൽ അത് എൻഷുർ ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റിൽ തന്നെ ഇത് ഒട്ടും അതിനാടകീയമാവാത്ത അൺനാച്ചുറൽ ആവാത്ത ഡയലോഗുകളാണ് ഈ എഴുതി വെക്കുന്നതെന്നുള്ളത് എൻഷുർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത് പിന്നെ അതൊന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അത് അവർ ആക്ടേഴ്സിൻ്റെ കേപ്പബിലിറ്റി വെച്ചിട്ട് അവർ ചെയ്യുമ്പോൾ വളരെ അപൂർവമായിട്ട് എനിക്ക് ഈ മീറ്ററുകൾ ഒരു ഘട്ടം താഴെ ഒരു ഘട്ടം മുകളിൽ എന്നൊക്കെ പറയേണ്ടി വരാറുള്ളൂ. ഇപ്പം നന്ദുചേട്ടൻ കുറച്ചും കൂടെ ലൗഡായിട്ട് ആക്ട് ചെയ്ത് എന്ന റോൾസ് ചെയ്യുന്ന ആളാണ് യൂഷ്വലി. അപ്പോൾ നന്ദുചേട്ടൻ ഫസ്റ്റ് ഡേ പറയുന്നത് ചേട്ടാ ഇത്രയല്ല, ഇതിൻ്റെ ഒരു ഘട്ടം താഴെയാണ്. അതോടെ ചേട്ടനും അത് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഇപ്പം ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ആക്ടറേ അല്ല, എന്തെങ്കിലും അല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ആക്ടർ അല്ല എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെയുള്ള ഒരാൾ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റും. ആ ഒരു നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനേ പറ്റും. അല്ല, ജഡ്ജി എന്ന് ഞാൻ തന്നെയാണ്, പക്ഷെ എന്തെങ്കിലും ചെയ്ത് കാണിക്കണമെങ്കിൽ ഇങ്ങനെ അല്ലാതെ കാണിക്കണമെങ്കിൽ എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു നോബ് മനസ്സിലാക്കി അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയോ സാധിക്കുന്നുണ്ട്. അതെ. അപ്പൊ അതെനിക്ക് എങ്ങനെയോ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ ഈ അതിശയങ്ങളെ അഭിനയിച്ച അന്ന് 9 വയസ്സുണ്ടായിരുന്ന ചന്ദ്രകിരൺ ആയാലും ഈ പറയുന്ന നന്ദുചേട്ടനോ അല്ലെങ്കിൽ എന്താണ് അങ്കുലിചേട്ടൻ അഭിനയിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി എന്ന് പറഞ്ഞ കഥകളി നടനായാലും അവർക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പൊ അതെങ്ങനെയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ കാര്യം നടന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ തുടരണ്ടെന്നാണ്.